ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 1 കപ്പ് കിൻവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യം കഴുകണം. വെള്ളം ഊറ്റുമ്പോൾ കിൻവ താഴെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രെയിനർ അടിയിൽ പിടിച്ചിരിക്കുന്നത്. ഇതൊരു 3 പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇടാം. 1 കപ്പ് കിൻവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്താണ് വേവിക്കുന്നത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇത് തിളച്ചു കഴിയുമ്പോൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇപ്പോൾ കിൻവ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് മൂടി വെക്കുകയാണ്. കിൻവ സ്റ്റവിൽ നിന്ന് മാറ്റി ഇനി അതിൽ ചേർക്കാനുള്ള സ്വല്പം കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അത് ഞാൻ 1/3 കപ്പ് റൈസിൻസ് ആണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ റൈസിൻസ് കിൻവയിലേക്ക് തന്നെ ചേർക്കുകയാണ്. ഇനിയും 1/3 കപ്പ് കാഷ്യൂ ആണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി ഇതും കിൻവയിലേക്ക് ചേർക്കുകയാണ്. ഇനി റോസ്റ്റ് ചെയ്യുന്നത് ഒരു 1/4 കപ്പ് കോക്കനട്ട് സ്ലൈസസ് ആണ്. ഇതിന് പകരം ഷ്രെഡഡ് കോക്കനട്ട് വേണമെന്ന് ഒരിക്കലും ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങയും റോസ്റ്റായി. ഇനി ആ ബാക്കിയുള്ള നെയ്യോടുകൂടി ഇത് ഞാൻ കിൻവയിൽ ചേർക്കുകയാണ്. ഈ കിൻവ നന്നായിട്ട് ഇളക്കി എടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. മധുരം വേണമെന്ന് വരികിൽ ഹണിയോ മേപ്പിൾ സിറപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം.